എന്നാൽ ഇപ്പോ നാം തിരിച്ചറിയുന്നു, പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നത്, വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് വന്നത്, ചിന്നിച്ചിതറിയ മൃതശരീരങ്ങൾക്കിടയിലൂടെ നടന്നത് ഈ നാടിനെ പിന്തുണയ്ക്കാനും സഹായിക്കാനുമായിരുന്നില്ല. പിന്നെയോ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയാനാകും, വയനാട്ടിലെ വിദൂരമാംവിധം പ്രകൃതി വേട്ടയാടിയ വയനാട്ടിലെ ദുരന്തം, ആ ദുരന്തത്തിൽ പൊലിഞ്ഞു വീണ നിസ്സഹായരായ മനുഷ്യരുടെ മൃതശരീരങ്ങൾ അത് കണ്ട് ആസ്വദിക്കാനായി കേരളത്തിലേക്ക് വന്ന മനസാക്ഷിയില്ലാത്ത, മനുഷ്യരെന്ന പദത്തിന് അർഹതയില്ലാത്ത ഒരു ലക്ഷണമൊത്ത RSS ക്രൂരനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഈ നാട് തിരിച്ചറിയുന്ന നിമിഷമാണിത്. ഇതിന്റെ സൂചനകൾ മുൻപേ കിട്ടിയിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രളയം വേട്ടയാടിയ സമയത്ത് നമുക്ക് നൽകിയ അരിക്ക് പലിശ സഹിതം പണം ഈടാക്കിയപ്പോ, കണക്ക് പറഞ്ഞ് പണം വാങ്ങിയപ്പോ, നമ്മളെ സഹായിക്കാതിരുന്നപ്പോ ഒക്കെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ്. എന്താണ് രാഷ്ട്രീയ കാരണം? കേരളത്തിന്റെ സംസ്ഥാന നിയമസഭയിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക്, നരേന്ദ്രമോദിയുടെ കൂട്ടർക്ക് ഒരൊറ്റ അംഗമില്ല, BJPക്ക് ഒരൊറ്റ MLA ഇല്ല. ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുണ്ട്? രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരൊറ്റ MLA പോലും കൊടുക്കാതെ മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് കേരളം. ആ കേരളത്തോട് കടുത്ത വർഗീയതയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ശത്രുതയുണ്ടാവുക